Hi, welcome to Padmini's kitchen. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ബീട്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല. അത്രയും മിനറൽസും വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പച്ചക്കറിയാണത്. അതുപോലെ കരൾ രോഗങ്ങൾ മാറാനും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഒക്കത്തിനും അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ബീട്രൂട്ടിന്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ്. ബീട്രൂട്ടിന് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാത്തൊരു ചൊവയുണ്ട്. അത് ഈ പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചൊവയുണ്ടാവില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇത്. സദ്യയിലൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളൊരു പച്ചടിയാണ്. അതുപോലെ നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുപോലെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മീഡിയം സൈസ് ബീട്രൂട്ട് 2 എണ്ണം തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. തൈര് 600 ml എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തൈരിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. 3 വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത്, 3 തണ്ട് വേപ്പില, കടുക് 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തേങ്ങയിൽ ചേർത്ത് അരയ്ക്കാനുള്ളതും 1 ടീസ്പൂൺ താളിച്ചിടാനുള്ളതും. തേങ്ങ ഏകദേശം 1/2 കപ്പും, പച്ചമുളക് 5 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ താളിക്കാൻ ആവശ്യത്തിനുള്ളത്. ഇനി ഇതിന്റെ ഫസ്റ്റ് പ്രോസസ്സ് തേങ്ങ അരപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ, പച്ചമുളക്, കടുക്, ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടണം. ഇനി നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, വേപ്പിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പറ്റി കിട്ടാനുള്ളതാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ചെറുതായി സ്റ്റീം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 4 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്യാം. ഇത് 4 വിസിലൊക്കെ വന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ. ഇനി ഇതിന്റെ ആവി പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നോക്കിയേ, ഇതിപ്പോ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിൽ നോക്കിയേ, ഒരല്പം വെള്ളം കൂടി ഉണ്ട്. അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ശരിക്കും വറ്റിച്ചില്ലെങ്കിൽ കറി ലൂസായി പോകും തൈരൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും. വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിക്കോട്ടെ. തേങ്ങ ചേർത്തതിന്റെ വെള്ളം വറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞിട്ടാ. ഇനി നമ്മൾ തൈര് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പിന്നെ കുക്കിംഗ് ഇല്ല. ഇതിൽ ചൂടോടെ തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഒരുമാതിരി ചൂടാറിയതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഇത് തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോ ഒരുമാതിരി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അത് തൈരിന്റെ പുളി അനുസരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ചില തൈരിന് നല്ല പുളി ഉണ്ടാവും, ചിലത് പുളി കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ശരിക്കും യോജിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കണം. ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടിരിക്കണം. ഇപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഈ കൺസിസ്റ്റൻസി നോക്കിയാൽ ഈ ഒരു പാകത്തിലായിരിക്കണം. ഇതിലും കൂടുതൽ ലൂസായി പോകരുത്. ഇപ്പൊ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ നോക്കി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്.
ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബീട്രൂട്ട് പച്ചടി വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഞാനിവിടെ ചോറിൻ്റെ കൂടെ തോരനും മെഴുക്കുവരട്ടിയും കൊണ്ടാട്ടമുളകിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് വേറൊരു നാടൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.